ഈ ക്ലാസ് നമുക്ക് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ആദ്യമേ പാരാമീറ്റേഴ്സ് ആർ ഓൾസോ കോൾഡ് ആർഗ്യുമെൻറ്റ്സ്. അപ്പം പാരാമീറ്റേഴ്സിനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്നും കൂടെ വിളിക്കുന്നു. ദെയർ ആർ 2 ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് ആർ ഫോർമൽ ആൻഡ് ആക്ച്വൽ. അപ്പം നമ്മൾ സി പ്രോഗ്രാമിനകത്ത് 2 ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫോർമൽ, രണ്ടാമത്തേത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും. ഇപ്പം ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോളിനകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ്റെ അവിടെ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുവാണെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിന് 2 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ, ഒന്ന് കോൾ ബൈ റെഫറൻസ്. അപ്പം കോൾ ബൈ വാല്യൂ മെത്തേഡിനകത്ത് ആക്ച്വൽ വാല്യൂവിൻ്റെ തന്നെ കോപ്പീനെയാണ് നമ്മൾ ആക്ച്വൽ വാല്യൂവിൻ്റെ കോപ്പീനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂവിന് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കോപ്പീനെ മാത്രമാണ് നമ്മുടെ ഫോർമൽ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പം നമ്മുടെ ആക്ച്വൽ വേരിയബിളിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ അത് ഈ വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു കോപ്പീനെ മാത്രമാണ് കോൾ ബൈ വാല്യൂവിനകത്ത് പാസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇവിടെ 2 വേരിയബിൾസ് സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വോയിഡ് സ്വാപ്പ് ഇൻഡെക്സ് ഇൻറ്റു y എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ചെയ്തു വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോപ്പിയാണ് വിടുന്നതുകൊണ്ട് തന്നെ വാല്യൂസ് എയുടെ വാല്യൂ ആഫ്റ്റർ സ്വാപ്പിന് ശേഷം മാറുന്നില്ല. പക്ഷെ കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഒരു കോപ്പീനെയാണ്, നമ്മുടെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒരു കോപ്പീനെയാണ് ഫോർമൽ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, പാരാമീറ്ററിൻ്റെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് പാസ്ഡ് ആർഗ്യുമെൻറ്റ്സിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് പോയിൻ്റർ ടൈപ്സ് ആണ്. അപ്പം പോയിൻ്റർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വൽ വേരിയബിളിൻ്റെ അഡ്രസ്സിനെ തന്നെയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വിടുന്നത്. അതാണ് വോയിഡ് സ്വാപ്പ് ഓഫ് ഇൻറ്റ് സ്റ്റാർ എക്സ് ഇൻറ്റ് സ്റ്റാർ വൈ എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വൽ വാല്യൂസിൻ്റെ ഒരു റെഫറൻസ് അഡ്രസ്സിനെ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വാപ്പ് ചെയ്ത് 2 വാല്യൂസ് സ്വാപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇൻ്റർചേഞ്ച് അതിനെ ആക്ച്വൽ വാല്യൂവിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 200 100 ആയിരിക്കും. കാരണം നമ്മൾ അഡ്രസ്സിനെ ആണ് പാസ് ചെയ്യുന്നത്. ആക്ച്വൽ വാല്യൂസിൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ വാല്യൂസിനെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം ആക്ച്വൽ വാല്യൂസ് സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചേഞ്ചായി. അതുകൊണ്ട് അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂവിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു കോപ്പീനെ മാത്രമാണ് ഫോർമൽ പാരാമീറ്ററിലേക്ക് വിടുന്നത്. അതുകൊണ്ട് ഇവിടെ ചേഞ്ച് വരുന്നത് മറ്റേതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആഫ്റ്റർ സ്വാപ്പ് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 100ഉം 200ഉം തന്നെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി റിക്കർഷൻ എന്താണെന്ന് നോക്കാം. റിക്കർഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ഫംഗ്ഷൻ റിപ്പീറ്റഡ്ലി കോൾ ഇറ്റ്സെൽഫ് ടു പെർഫോം കാൽക്കുലേഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷനെ തന്നെത്താനെ വിളിക്കുന്നതിനെയാണ് നമ്മൾ റിപ്പീറ്റഡ്ലി കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിക്കർഷൻ എന്ന് പറയുന്നത്. കോൾ എ ഫംഗ്ഷൻ ഇൻസൈഡ് ദ സെയിം ഫംഗ്ഷൻ ദാറ്റ് ഈസ് കോൾഡ് റിക്കേഴ്സീവ് കോൾ. ഇപ്പോൾ ഒരു ഫംഗ്ഷന് അതിൻ്റെ ഫംഗ്ഷനെ തന്നെ പിന്നെ സെയിം ഫംഗ്ഷനെ തന്നെ വിളിക്കുന്നതുകൊണ്ടാണ് അതിനെ റിക്കേഴ്സീവ് കോൾ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് അതിനെ തന്നെ വിളിക്കാനുള്ള ഒരു കോഡാണ്
റിക്കേർഷൻ എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ്സെൽഫ് ഈസ് നോൺ ആസ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് ആർ വെരി യൂസ്ഫുൾ ടു സോൾവ് മെനി മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് ലൈക്ക് കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ, ജനറേറ്റിംഗ് ഫിബൊനാച്ചി സീരീസ് എക്സെട്ര. ഇപ്പം നമ്മൾ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസായ ഫാക്ടോറിയൽ, ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാൻ അല്ലെങ്കിൽ ഫിബൊനാച്ചി സീരീസ് ജനറേറ്റ് ചെയ്യാനൊക്കെ റിക്കേർഷനാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഫങ്ഷനെ റിപ്പീറ്റായിട്ട് അതിനുള്ളിൽ തന്നെ വിളിക്കുന്നുണ്ട്. ഒരു ഫങ്ഷൻ അതിനെ തന്നെ റിപ്പീറ്റായിട്ട് വിളിക്കുന്നതുകൊണ്ടാണ് ഇതിനെ റിക്കേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഹൗ റിക്കേർഷൻ വർക്ക്, എങ്ങനെയാണ് ഒരു റിക്കേർഷൻ വർക്ക് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ വോയിഡ് റിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനകത്ത് റിക്കേഴ്സിനെ പിന്നെയും വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡ് മെയിനിനകത്ത് റിക്കേഴ്സ് ഉണ്ട്, അതുകൂടാതെ തന്നെ ആ ഫങ്ഷനുള്ളിൽ തന്നെ ആ ഫങ്ഷനെ വിളിക്കുന്നുണ്ട്. ദ റിക്കേർഷൻ കണ്ടിന്യൂസ് അണ്ടിൽ സം കണ്ടീഷൻ ഈസ് മെറ്റ് ടു പ്രിവെൻറ്റ് ഇറ്റ്. അപ്പം കണ്ടീഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ വരുന്നോടം വരെ ഈ റിക്കേർഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ടു പ്രിവെൻറ്റ് ഇൻഡെഫിനിറ്റ് റിക്കേർഷൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് വെയർ വൺ ബ്രാഞ്ച് മേക്സ് ദ റിക്കേഴ്സീവ് കോൾ ആൻഡ് അതർ ഡസ് നോട്ട്. ഇപ്പം ഇൻഫൈനൈറ്റ് റിക്കേർഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ആദ്യമേ ഫങ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ താഴെ മെയിനിനകത്ത് നമുക്ക് ലിമിറ്റ് എത്ര നമ്പർ വരെയാണ് സം കാണേണ്ടതെന്നുള്ള ലിമിറ്റ് എഴുതി കൊടുക്കുന്നു, നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് ആ സം ഓഫ് നമ്പർ എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ സം ഓഫ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ആർഗ്യുമെൻസും ഉണ്ട്, ഒരു റിട്ടേൺ വാല്യൂവും ഉണ്ട്. അപ്പം ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എന്നിനകത്ത് ഇഫ് എൻ നോട്ട് ഈക്വൽ ടു 0 ഇല്ലാത്ത കേസിൽ റിട്ടേൺ n പ്ലസ് സം ഓഫ് n-1 എന്നാണ് പറയുന്നത്. അപ്പം n 0 ആകുന്നോടം വരെ റിട്ടേൺ എന്നിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് പ്ലസ് സം ഓഫ് n-1. ആ നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ പ്ലസ് നമ്പറിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ ആഡ് ചെയ്ത് സമ്മ് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. റിട്ടേൺ n എന്ന് പറയുമ്പം ആദ്യമേ നമ്മൾ കൊടുക്കുന്ന നമ്പർ പ്ലസ് സം ഓഫ് n-1 എന്ന് പറയുമ്പം അതിൻ്റെ തൊട്ട് പുറകിലത്തെ വാല്യൂ, പിന്നെ സം ഓഫിനെ വിളിക്കുമ്പം പിന്നെയും ആ റിക്കേർഷന് പെർഫോം ചെയ്യുന്നുണ്ട്. അല്ലാത്ത കേസിൽ n റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എവിടം വരെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്നിൻ്റെ വാല്യൂ 0 ആകുന്നിടം വരെ ഈ റിക്കേർഷന് പെർഫോം ചെയ്യും. ഫങ്ഷന് ഇറ്റ്സെൽഫിനെ ഇതിനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. Initially, the sum is calculated from the main function with the number passed as arguments. Suppose the value of number 3 initially during next function called 2 is passed to the sum function. The process is continuous until n is equal to 0. അപ്പോൾ നമ്മൾ ഒരു കൊടുക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 3 വെച്ചോ. അപ്പോൾ ആദ്യത്തേതിനകത്ത് 3, നെക്സ്റ്റ് ഫങ്ഷൻ കോളിനകത്ത് 2 പാസ് ചെയ്യുന്നു. അങ്ങനെ എന്നിൻ്റെ വാല്യൂ 0 ആകുന്നോടം വരെ ഈ ലൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. when n is equal to 0, if the condition fails and the else part is executed, returning the sum of integers to the main function. അപ്പോൾ നമ്മുടെ എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് കണ്ടീഷൻ ഫെയിൽസ് ആവുന്നത്, പിന്നെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പം എന്നിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് വാല്യൂസിൻ്റെ സമ്മാണ്. അപ്പം അതിനെ പിന്നെ റിട്ടേൺ ചെയ്യിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ റിക്കേർഷന് കുറേ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡ്യൂസ് അൺനെസസറി കോളിംഗ് ഓഫ് ഫങ്ഷൻ. അപ്പം ഒരു ഫങ്ഷനെ അൺനെസസറി ആയിട്ട് കോൾ ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുന്നു. ത്രൂ റിക്കേർഷൻ വൺ കാൻ സോൾവ് പ്രോബ്ലംസ് ഇൻ ഈസി വേ വൈൽ ഇറ്റ്സ് ഐട്രേറ്റീവ് സൊല്യൂഷൻ ഈസ് വെരി ബിഗ് ആൻഡ് കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ ഐട്രേറ്റീവ് സൊല്യൂഷന്
ബിഗും കോംപ്ലക്സ് ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് റിക്കർഷനിലൂടെ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. റിക്കേഴ്സീവ് സൊല്യൂഷൻ ഈസ് ഓൾവേസ് ലോജിക്കൽ ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രേസ്. അപ്പം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഇച്ചിരി ലോജിക്കലി ബുദ്ധിമുട്ടുണ്ട്. എന്താണ് കോഡെന്ന് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജസ്. അപ്പം ഈ ഇഫ് ഫംഗ്ഷൻ ഈ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോഴ്സ് ചെയ്ത് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാൻ ഒരു റിക്കേഴ്സീവ് കോൾ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ സാധിക്കുകയില്ല. അതുപോലെ തന്നെ റിക്കേർഷന് ഒത്തിരി സ്റ്റാക്ക് സ്പേസ് വേണം. ഒരു ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ റൺ ചെയ്യുന്നെങ്കിൽ പോലും ഒത്തിരി സ്റ്റാക്ക് സ്പേസ് വേണമെന്നുള്ളതാണ് അടുത്ത റിക്കേർഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ കൂടുതൽ പ്രോസസ്സ് ടൈം വേണം. അതൊക്കെയാണ് റിക്കേർഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് വേരിയബിൾസ് ഇൻ ഫങ്ഷൻസ്. അപ്പം നമ്മുടെ വേരിയബിൾസിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് ടൈം, ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ ഉള്ള വേരിയബിൾസിൻ്റെ സ്കോപ്പും ലൈഫ് ടൈമിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് പറയും. വേരിയബിൾസ് ഡിക്ലെയർ വിതിൻ ദി കോഡിംഗ് ഫംഗ്ഷൻ cannot be accessed unless they are passed to the called function as arguments. അപ്പം നമ്മൾ കോളിംഗ് ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിനെ തന്നെ കോൾഡ് ഫംഗ്ഷനകത്ത് നമുക്ക് പാസ് ചെയ്താലും നമ്മൾ വേരിയബിൾ വേറെ ഡിക്ലെയർ ചെയ്താലേ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോക്കൽ വേരിയബിൾസ് ആർ ഡിക്ലെയർഡ് വിതിൻ എ ഫംഗ്ഷൻ. അപ്പോൾ ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്തേക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ദേ ആർ ക്രിയേറ്റഡ് ആസ് ന്യൂ അറ്റ് ഈച്ച് ടൈം ഫംഗ്ഷൻ ഈസ് കോൾഡ് ആൻഡ് ഡിസ്ട്രോയിഡ് ഓൺ റിട്ടേൺ ഫ്രം ദി ഫംഗ്ഷൻ. അപ്പം ഓരോ സമയത്തും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ആ സമയത്തിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുമ്പോഴത്തേനും ആ വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിസ്ട്രോയിഡ് ആവും. അതിനുള്ളിൽ മാത്രമേ ഈ വേരിയബിൾസിന് വിസിബിലിറ്റി ഉള്ളൂ. വാല്യൂസ് ആർ പാസ്ഡ് ടു ദ ഫങ്ഷൻസ് ആസ് ആർഗ്യുമെൻറ്റ്സ് ക്യാൻ ഓൾസോ ട്രീറ്റഡ് ലൈക്ക് ലോക്കൽ വേരിയബിൾസ്. അപ്പോൾ നമ്മൾ ഫങ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സിൻ്റെ അകത്ത് വാല്യൂ പാസ് ചെയ്യുന്ന ആ വേരിയബിൾസിനെ നമ്മൾ ലോക്കൽ വേരിയബിൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ദേ ഡു നോട്ട് ഡൈ ഓൺ റിട്ടേൺ ഫ്രം ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് വേരിയബിൾസിന് ലോക്കൽ വേരിയബിൾസിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്താലും അത് പെട്ടെന്ന് ഡൈ ആവുന്നില്ല. ഇൻസ്റ്റഡ് ദെയർ ലാസ്റ്റ് വാല്യൂ ഈസ് റിട്ടേൺഡ് ആൻഡ് ഇറ്റ് ബിക്കം അവൈലബിൾ ഫംഗ്ഷൻ കോൾഡ് എഗെയിൻ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫംഗ്ഷൻ പിന്നെയും കോൾ ചെയ്താലും യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസാണ് സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. പക്ഷേ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ ഈ ലോക്കൽ വേരിയബിൾസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സ്റ്റാറ്റിക് വേരിയബിൾസ് അങ്ങനെയല്ല. നമ്മൾ ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റ് ആണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വേരിയബിൾസ് ഡു നോട്ട് ഡൈ ഓൺ റിട്ടേൺ ഫ്രം എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്താലും ഗ്ലോബൽ വേരിയബിൾസ് ഡൈ ആവുന്നില്ല. ദെയർ വാല്യൂ ഈസ് റിട്ടേൺഡ് ആൻഡ് ഈസ് അവൈലബിൾ ടു എനി അതർ ഫംഗ്ഷൻ വിച്ച് ആക്സസ് ദം. അപ്പം ആ വാല്യൂ ഗ്ലോബൽ വേരിയബിൾസിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കും. നമുക്ക് അടുത്ത ഫംഗ്ഷനിനും ഈ വാല്യൂ തന്നെ യൂസ് ചെയ്ത് ഡേറ്റാസിനെ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ വേരിയബിൾസിൻ്റെ ലൈഫ് ടൈം ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷനെ ഒന്നുകൂടെ കോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വേരിയബിൾ തന്നെ വേറെ ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസാണ് ഗ്ലോബൽ വേരിയബിൾസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിക്ലറേഷനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ലോക്കൽ വേരിയബിൾ, സ്റ്റാറ്റിക്, ഗ്ലോബൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ റീജിയൻ ഓഫ് എ പ്രോഗ്രാം
ഇൻ വിച്ച് എ വേരിയബിൾ ഈസ് അവൈലബിൾ ടു യൂസ്. അപ്പോൾ നമുക്ക് വേരിയബിൾസിനെ യൂസ് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഒരു റീജിയനകത്തുണ്ടെങ്കിൽ അതിനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. വിസിബിലിറ്റി ദ പ്രോഗ്രാംസ് എബിലിറ്റി ടു ആക്സസ് എ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിൾ ആക്സസ് ചെയ്യാനുള്ള പ്രോഗ്രാംസിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ വിസിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൈഫ് ടൈം ഉണ്ട്. ദ ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ ഈസ് ഡ്യൂറേഷൻ ഓഫ് ടൈം ഇൻ വിച്ച് വേരിയബിൾ എക്സിസ്റ്റ് ഇൻ ദ മെമ്മറി ഡ്യൂറിങ് എക്സിക്യൂഷൻ. അപ്പോൾ ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിൾസ് മെമ്മറി എക്സിക്യൂഷൻ്റെ സമയത്ത് മെമ്മറി നിൽക്കുന്ന ആ സമയത്തിനെ ഡ്യൂറേഷൻ ഓഫ് ടൈമിനെയാണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞു വേരിയബിൾസ് നമ്മുടെ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഫങ്ഷനുള്ളിൽ മാത്രമേ അവരുടെ ലൈഫ് ടൈം ഉള്ളൂ എന്ന് പറഞ്ഞു. വിസിബിലിറ്റി ഒക്കെ. ഇത് സ്കോപ്പ് ഓഫ് ഗ്ലോബൽ വേരിയബിൾ ഈസ് എൻ്റയർ പ്രോഗ്രാം ഫയൽ. അപ്പോൾ ഗ്ലോബൽ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഫയലിനുള്ളിൽ എൻ്റയർ പ്രോഗ്രാം ഫയലിന് ഉള്ളിൽ കാണും. ദി സ്കോപ്പ് ഓഫ് ലോക്കൽ വേരിയബിൾസ് ബിഗിൻസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഡിക്ലറേഷൻ ആൻഡ് എറ്റ്സ് ദ എൻഡ് ഓഫ് ബ്ലോക്ക് ഓഫ് ഫങ്ഷൻ ഇൻ വിച്ച് ഈസ് ഡിക്ലെയർഡ്. അപ്പോൾ ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ഫങ്ഷനുള്ളിലാണ് ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ ആ ഫങ്ഷൻ കോഡിൻ്റെ എൻഡ് വരെ ആ ബ്ലോക്ക് ഓഫ് ഫങ്ഷൻ്റെ എൻഡ് വരെ ഈ ലോക്കൽ വേരിയബിൾസിൻ്റെ സ്കോപ്പുള്ളൂ. ദ സ്കോപ്പ് ഓഫ് ഫോർമൽ ഫങ്ഷൻ ആർഗ്യുമെൻറ്റ് ഈസ് ഇറ്റ്സ് ഓൺ. ഇപ്പോൾ ഫോർമൽ ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന പോലെയാണ്. ദ ലൈഫ് ടൈം ഓഫ് ആൻ ഓട്ടോ വേരിയബിൾ ഡിക്ലെയർ ഇൻ ദി മെയിൻ ഈസ് ദ എൻ്റയർ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം ഓൾദോ സ്കോപ്പ് ഈസ് ഓൺലി ദ മെയിൻ ഫങ്ഷൻ. അപ്പം നമ്മൾ മെയിനകത്ത് കൊടുക്കുന്ന ഓട്ടോ വേരിയബിൾസിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ആ മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. The lifetime of an auto variable declared in a function ends when function is exited. അപ്പം നമ്മൾ ഫങ്ഷനുള്ളിലാണ് ഒരു ഓട്ടോ വേരിയബിൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ആ ഫങ്ഷനുള്ളിൽ മാത്രമായിരിക്കും അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. A static local variable, although its scope limited to its function, its lifetime extends the end of the program execution. അപ്പോൾ സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് ഫങ്ഷനുള്ളിലാണ്, പക്ഷെ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ടൈമിലും നമ്മുടെ ഈ സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിളിൻ്റെ ലൈഫ് ടൈം ഉണ്ട്. അവിടം വരെ സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഫങ്ഷനുള്ളിലുള്ളെങ്കിൽ ലൈഫ് ടൈം പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ എൻഡ് വരെയുണ്ട്. ഓൾ വേരിയബിൾസ് ആർ വിസിബിലിറ്റി ഇൻ ദെയർ സ്കോപ്പ് പ്രൊവൈഡഡ് ആർ നോട്ട് ഡിക്ലെയർഡ് അഗെയിൻ. അപ്പോൾ ഒന്ന് ഡിക്ലെയർ ചെയ്ത വേരിയബിൾ പിന്നെ അത് ഒന്നുകൂടെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് സ്കോപ്പ് ഓഫ് വേരിയബിൾസ്. ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് നമ്മുടെ ഒരു ഫങ്ഷനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾ, അതുപോലെ തന്നെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ, പിന്നെ സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിൻ്റെയൊക്കെ സ്കോപ്പും ലൈഫ് ടൈമും ഒക്കെ. ഇനി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫങ്ഷൻസ് 2 തരം ഉണ്ടെന്ന് പഠിച്ചായിരുന്നു. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും 2 ലൈബ്രറി ഫങ്ഷൻസ്. അപ്പം ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്, സി ലൈബ്രറിയിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പം നമ്മൾ ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്താൽ മാത്രം മതി. കോമൺലി യൂസ് ചെയ്യുന്ന ലൈബ്രറി ഫങ്ഷൻസ് ആണ് math.h എന്ന് പറയുമ്പം math.h ലൈബ്രറി ഫങ്ഷനകത്ത് കുറേ മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ഫങ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ conio.h ലൈബ്രറി ഫങ്ഷനകത്ത് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷനാണ് കോണിയോ ലൈബ്രറി ഫങ്ഷനകത്തുള്ളത്. അതുപോലെ തന്നെ stdio.h ലൈബ്രറി ഫങ്ഷനകത്ത് printf, scanf, getcr, putcr, gets, puts ഇങ്ങനത്തെ ഫങ്ഷൻസാണ് stdio.h ലൈബ്രറി ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് മാത്സിനകത്ത് വരുന്ന മാത്സ് ലൈബ്രറിയിൽ വരുന്ന അരിത്തമെറ്റിക് ഫങ്ഷൻസ്, conio.h ലൈബ്രറി ഫങ്ഷൻസ്,
stdio.io ലൈബ്രറി ഫങ്ഷൻസ് എന്നുള്ളത് പഠിച്ചിരിക്കുക. ഇപ്പം നമ്മുടെ ഈ ചാപ്റ്ററും ഏകദേശം കംപ്ലീറ്റ് ആയി.